പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം ഇടയാക്കിയ അവസരം ഓർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ദൈവം മോശയെ ഫറവോന്റെ അടുത്തേക്ക് വിടുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്: മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുവാൻ നീ പോയി ഫറവോനോട് പറക എന്ന് ദൈവം മോശയോട് കൽപ്പിച്ചു. മരുഭൂമിയിലുള്ള ഒരു ആരാധന. ദൈവത്തിന് സ്തോത്രം. മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ചിന്ത വേദനയുടെ ഒരു അനുഭവമാണ്, ചൂടേറിയ അനുഭവമാണ്, കഷ്ടതയുടെ അനുഭവമാണ്. കാരണം മരുഭൂമിയിൽ അധിക സമയം നിൽക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല, ഒരു തുറസായ സ്ഥലത്ത് നിൽക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കർത്താവ് മോശയോട് പറയുന്നു, എൻ്റെ ജനം എന്നെ ആരാധിക്കേണ്ടത് മരുഭൂമിയുടെ അനുഭവത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളോട് സംസാരിക്കാൻ തക്കണം ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്. സ്തോത്രം. കഷ്ടതയുടെ നടുവിൽ നിന്ന് നാം ദൈവത്തെ ആരാധിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ ജനം. ഈ പകൽക്കാലം പല കഷ്ടത നിങ്ങൾക്ക് കാണും. നമ്മൾ മരുഭൂമിയുടെ അനുഭവത്തിലാണ്. ഒരു തണലില്ലാത്ത അനുഭവമാണ്, ചൂടേറിയ അനുഭവമാണ്. അവിടെ എപ്പോഴും 4 സൈഡിൽ കൂടെയും ചൂടാണ്, ചൂട് കാറ്റാണ് വരുന്നത്. അതേ, വളരെ പൊടിപടലമാണ് വരുന്നത്. ഈ കഷ്ടതയാകുന്ന മരുഭൂമിയുടെ നടുവിൽ നിന്ന് നിൽക്കുമ്പോഴും ദൈവത്തെ ആരാധിപ്പാൻ നമുക്കൊരു മനസ്സുണ്ടായാൽ നമ്മളിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ ജനത്തെ ആരാധിപ്പാനായി കൊണ്ടുവന്നതായ ദൈവം അവരുടെ ആരാധന, മരുഭൂമിയിലുള്ള ആരാധന സ്വീകരിച്ച്, നമുക്കറിയാം, സമാഗമന കൂടാരം പണിത് അതിനകത്ത് ജനം ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിത ആവശ്യങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സാധിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ മരുഭൂമിയിലായിരിക്കുന്നുവോ? ആ മരുഭൂമിയുടെ അനുഭവത്തിലും നമ്മുടെ കർത്താവിനെ സ്തുതിക്കുക. ഈ പകൽക്കാലം കർത്താവിനെ സ്തുതിക്കുക, കർത്താവിനെ ആരാധിക്കുക. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.